സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നിവിടെ ബാർബിക്യൂ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആൾക്കാരിവിടെ ക്യൂവിൽ നിൽക്കുകയാണ് ബാർബിക്യൂ മേടിക്കാൻ വേണ്ടിയിട്ട്. ഹി വിൽ ഫൈൻഡ് വാട്ട് ഈസ് ബാർബിക്യൂ ഹിയർ. എന്ത് ബാർബിക്യൂ ഇവിടെ കൊടുക്കുന്നതെന്ന് നോക്കട്ടെ. അതുണ്ടോ? Tenemos que hacer arqueo, volvemos a abrir a las 22. So they are giving barbecue. ക്യൂ നിന്ന് മേടിക്കണം. ഇന്ന് സോസേജും സ്റ്റേക്കുമാണ്. നമ്മൾ ക്യൂ നിൽക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ക്യൂവിലാണ്, കണ്ടില്ലേ? ഇത്രയും പേര് പുറകിലുണ്ട്. ഇവരിവിടെ ആഴ്ച ഒരിക്കലും ഇതുപോലെ കുക്ക് ചെയ്യും ഈ പറയുന്ന ബേസ് ക്യാമ്പിൽ, അക്കനക്കാട് ബേസ് ക്യാമ്പിൽ. എന്നിട്ട് എല്ലാവർക്കും അത് കൊടുക്കും. ആദ്യം കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ സ്റ്റേക്ക്, സോസേജസ്, വണ്ടർഫുൾ. നമ്മുടെ ജപ്പാൻകാരൻ കൊച്ചിയാണ് അടുത്ത് മേടിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഈസ് വണ്ടർഫുൾ. കുക്ക് ചെയ്യുന്ന കാണാൻ കണ്ടല്ലോ. Hola, ¿cómo estás, querido? Todo bien, todo bien. Buenas noches. ¿Qué tal está el asado hoy? Riquísimo. Sí. Lo que buscan acá abajo los papalimos, ustedes. No. La verdulería. Martina, no se muerda el labio inferior. Mire si justo tiembla y usted se lastima. Ojo con el Nico, que el Nico se suele dar vuelta en la fila. Can I get this steak? No, no, no. Thank you. Perfect. Jamás. ഞങ്ങൾ ടെൻറ്റിലോട്ട് കയറുകയാണ്. My goodness, everybody is inside. Breakfast mainly, so you have it with bacon, sausage, pudding, eggs. Can I sit here? Very good. സോ 40 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഐസ് ഒരു ഹോട്ടലിനകത്താണ് നമ്മളുള്ളത്. സം പീപ്പിൾ കെയിം ഹിയർ ആൻഡ് സം സുവനിയേഴ്സ്. നോ കൊക്കൈൻ. La Libre Belgium. We're from Belgium. 2022. Wow, it was a nice hotel, you know. Look at that. Wow. My goodness. It is nice. Nice. Toilets. Beautiful. Mexican. 2021. Can see a photo. ഇതൊരു പഴയ ഹോട്ടലായിരുന്നു കേട്ടോ. 40 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉപേക്ഷിച്ചാണ്. ഇതടുത്ത് കിച്ചൺ ആയിരുന്നു കേട്ടോ. അബാൻഡൻ കിച്ചൺ. Inca. It is the kitchen. Oh. Project 2. This has been a nice one too. Yeah. Calagano.
7summitsclub.com. Lot of books also. This is the reception. Yeah, reception. This is the reception. മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. You can see the book also. It's all in 2003 actually. Police can see. Don't go there. Don't go there. Don't go there. There's a window. ആരാ പറഞ്ഞിട്ടുണ്ട്. So we are not going there. Beautiful. This may be the Mendoza mountain bike. ഇതാണ് നമ്മൾ കയറിയ അബാൻഡൻ ഹോട്ടൽ. അർജൻറ്റീനയിലെ ഈ ബേസ് ക്യാമ്പിൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ഒരു ഹോട്ടലാണ്. സ്റ്റിൽ ബ്യൂട്ടിഫുൾ ഫ്രം ഇൻസൈഡ്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ റെസ്റ്റ് ഡേ ആയിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ കഫേയിലൊക്കെ ഇരുന്നു. പിന്നെ പുതിയതായിട്ട് 2-3 പേരെ പരിചയപ്പെട്ടു. USA താമസിക്കുന്ന 2 ഇന്ത്യക്കാരെ പരിചയപ്പെട്ടു. ഒരു ചെന്നൈയിലുള്ള ഒരാളും ഒരു ഡൽഹിയിലുള്ളൊരു ലേഡിയും. അവരോട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ബൊനേത്തെ കയറാൻ പോയില്ലേ, അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായില്ല. അവിടെ പോയപ്പോൾ ഒരു ലേഡിയെ കണ്ടു. പുള്ളിക്കാരി ഇന്ത്യൻ ഒറിജിനാണ്. മീൻസ് ഇന്ത്യയിൽ അവരുടെ അച്ഛനമ്മ ഇന്ത്യയിലായിരുന്നു. പുള്ളിക്കാരിക്ക് ഇന്ത്യയിലെ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം പുള്ളിക്കാരിയായിട്ട് ഫ്രണ്ടായി. എലിസബത്ത് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു. മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അലക്സ് സെറിബ്രൽ എഡീമ മൂലം ഹി ഈസ് ഗോയിങ് ബാക്ക് ടുഡേ. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ഹിസ് ഹെലികോപ്റ്റർ. ഹി ഈസ് വെൽ ബട്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസീസ്. വി ആർ വെരി ഞങ്ങളുടെ വിഷമത്തിലാണ് സുഹൃത്തുക്കളെ. സോ മാത്രമല്ല, യു ക്യാൻ സി അക്കൻകാഗ്വ. ഇറ്റ്സ് വിൻഡി ദെയർ ബിക്കോസ് ഓഫ് ദ ക്ലൗഡ്സ്. ആൻഡ് നമ്മുടെ സൗത്ത് കൊറിയൻ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചോയിങ് ടീം ഇന്ന് സബ്മിറ്റ് ചെയ്തു. ഇന്ന് ഡിസംബർ 2-ാം തീയതിയാണ്. ജനുവരി 2-ാം തീയതിയാണ്. ജനുവരി 2 ആണോ 3 ആണോ ആയിക്കോട്ടെ. ജനുവരി 2-ാം തീയതിയാണ് ചോയിങ് ടീം ഇന്ന് സബ്മിറ്റ് ചെയ്തു. 2-3 ദിവസം ഇനി വളരെ ബുദ്ധിമുട്ടുള്ള വെതറാണ് വരുന്നത്. ഇവിടുത്തെ വെതറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. വെതർ പ്രഡിക്ഷൻ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. എവറി അവർ വെതർ ചേഞ്ചസ്. സോ ഞങ്ങളെന്തായാലും നാളെ ക്യാമ്പ് 1 പോയി അവിടെ കുറച്ച് ഫുഡും ഫ്യൂലും ക്യാഷ് ചെയ്തിട്ട് തിരിച്ച് ഈ ക്യാമ്പിൽ തന്നെ വരും. എന്നിട്ട് മറ്റന്നാൾ ക്യാമ്പ് 1 പോകാൻ ഒരു റെസ്റ്റ് എടുത്തിട്ട് പോകാനാണ് പരിപാടി. എനിവേ നമ്മുടെ ക്യാമ്പിനകത്ത് കൊണ്ടുപോകേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയും ഭക്ഷണ സാധനങ്ങൾ നമ്മൾ മേളിലോട്ട് എത്തിക്കണം. അതെല്ലാവരും മാറ്റിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡൈനിങ് ടെൻറ്റ്. ഭക്ഷണ സാധനം കൊണ്ടുപോകേണ്ടതൊക്കെ അവർ ഡിവൈഡ് ചെയ്ത് പ്രത്യേകം കവറുകൾക്ക് അകത്താക്കി കാണണം. എനിവേ ഇന്നലെ ഇവിടെയാണ് രാത്രി നമ്മൾ ബാർബിക്യൂ കഴിച്ചത്. സോ
So nice to sit here. Ale, Ale, cuando bajes la gorra, porque por ahí se vuela. Yeah, it will fly. Yeah. Alex is going. Oh my god, look how it vanishes. സോ ഞങ്ങളിന്ന് ക്യാമ്പ് 1 പോവാണ്. കുറച്ച് ഫുഡും ഫ്യൂവലും അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. എൻ്റെ ബാഗാണിത്, ഒരു 18-20 കിലോ ഉണ്ട്, പൊക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെ എല്ലാവരും സെറ്റായിരിക്കുകയാണ്. സമയം രാവിലെ 9:45 10 മണിയാകുമ്പോൾ യാത്ര ആരംഭിക്കും. സോ വി വിൽ ഗോ. ആ കല്ല് കണ്ടോ, അതിൻ്റെ പുറകിലാണ് ക്യാമ്പ് കാണാനുള്ളത്. 5 മണിക്കൂർ പിടിക്കും മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, തിരിച്ചു വരാൻ 2 മണിക്കൂർ. Yeah, wonderful. Yeah, I'll start. Stuck. Come on. Oh. Big group. Yeah. The last one. No, come. സോ ഞങ്ങളിപ്പോൾ 20 പേരുടെ ഒരു 18 പേരുടെ വലിയൊരു സംഘമാണ്. നേരത്തെ 5+2 ഉള്ളായിരുന്നു, ഇപ്പം 18 പേരുണ്ട്. കണ്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. സോ വി ആർ ഗോയിങ് അപ്പ്. Yeah. നമ്മൾ ക്യാമ്പ് 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കല്ലിൻ്റെ പുറകിലാണ് ക്യാമ്പ് 1 ഉള്ളത്. ഇനി 3 മണിക്കൂർ നടന്നാലേ അതിൻ്റെ അവിടെ എത്തത്തുള്ളൂ. എനിക്ക് ബേസ് ക്യാമ്പ് താഴെ കാണാം. നമ്മുടെ ബേസ് ക്യാമ്പ് അവിടെ നടന്നു തുടങ്ങിയതാണ്. അതാണ് നമ്മുടെ ബൊണേറ്റെ പീക്ക്. Bonete 2 days before, and the beautiful Aconcagua. ഞങ്ങളിപ്പോൾ 18 പേര് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഒച്ച ചെയ്യുന്ന പോലെ. Aconcagua Mountain. This is Orcones Glacier? Orcones Glacier. That's Orcones Peak? Orcones Peak here. Oh, first one. Left, yes. Brazil Peak. Oh, second one. Medium. Big one. Yes. And Horn Peak. This is Horn Peak. Horn. Yeah, Horn. Like a horn. Yes. Yeah. Cathedral Peak. Cathedral Peak. Bonete. Bonete Peak. Yeah, Bonete. We went there. Circo del glaciar Orcones Superior. Orcones Glacier Road. Yeah, we are moving up. We are moving to Camp 1. You can see the camp. And guys, we are reached our base camp. Sorry, Camp 1. This is the Camp 1. Around 4,900 meters. Very steep climbing. Yeah. Excelente, my friend. Very good. Good job. Yeah. So, this is Camp 1. Kunnen we werken samen? Yeah. Yeah. Yeah.
ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ട് വെക്കുകയാണ്. നമ്മൾ തിരിച്ച് താഴേക്ക് പോകും, എന്നിട്ട് വീണ്ടും തിരിച്ച് വരും. യാ ഇത് നമ്മുടെ സ്റ്റോർ ഏരിയ ആണ്. സ്റ്റോർ എൻ്റെ കുറച്ച് സാധനം ഇവിടെ ഉണ്ട്, അതിനകത്ത് വെക്കും. അതിന് താഴെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അടുത്ത സാധനം കൊണ്ട് വരും. ഓക്കെ. 아니 우리가 뭐 그 정도 정신 얘기 안 되나? 아니 뭐 방금 뭐 24시간도 뭐 നമ്മുടെ ചോയാണ് ഇരിക്കുന്നത്. 24시간 ചോ നമ്മളെ ഇവിടെ ഡിന്നർ കഴിക്കാൻ ക്ഷണിച്ചതാണ്. ചോയുടെ കൂടെ നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 그래 ഇതാണ് അവരുടെ ലീഡർ, ഇവരുടെ മൗണ്ടനറിംഗ് ആൽപൈൻ മൗണ്ടനറിംഗ് ക്ലബ്. ആൽപൈൻ മൗണ്ടനറിംഗ് ക്ലബിലെ മെമ്പേഴ്സ് ആണ് ഇരിക്കുന്നത്. I'm telling that you are the members of Alpine Mountaineering Club in South Korea. Yeah. 잘 먹네. Thank you. Yeah. 초장군 주나. 내가 하산 집에 놀러 간다. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ അക്കൻകാക്കയുടെ ബേസ് ക്യാമ്പിലാണുള്ളത്. ഏകദേശം 12,966 അടി ഉയരത്തിലാണ്. ഇന്ന് ജനുവരി 4-ാം തീയതിയാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന റൂമെന്ന് പറയാം. റൂമല്ല, ടെൻ്റാണ്, വലിയ ടെൻ്റാണ്. ഞങ്ങൾ 8 പേരുണ്ട്. ഞങ്ങൾ ശരിക്കും 7-ാം തീയതിയായിരുന്നു മുകളിലെത്തേണ്ടിയിരുന്നത്. 7-ാം തീയതി വെതർ പ്രഡിക്ഷനിൽ കൊടുങ്കാറ്റാണ് കാണിക്കുന്നത്. മീൻസ് 115 km/h കാറ്റ് വീശാണ്. 6-7. 8-ാം തീയതി ചെറുതായിട്ടൊന്ന് താഴുന്നുണ്ട്, 70 വരുന്നുണ്ട്. സോ എപ്പം മുകളിലെത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. അടുത്ത നെക്സ്റ്റ് വീക്ക് മുഴുവൻ മോശം കാലാവസ്ഥയുടെ ഒരാഴ്ചയാണ്. ഞങ്ങൾ ബേസ് ക്യാമ്പിൽ വെതർ നല്ലതാവുന്നതും കാത്ത് താമസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അലക്സ് പൾമനറി എഡീമ മൂലം താഴേക്ക് പോയി. ബാക്കി ഞങ്ങളിപ്പോൾ 13 പേരാണുള്ളത്, വലിയ ഗ്രൂപ്പായി. അപ്പം നാളെ ചിലപ്പം ക്യാമ്പ് 1ലേക്ക് പോകും. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ സമയത്ത് നമുക്ക് വെതറിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാമെന്നവർ പറഞ്ഞിട്ടുണ്ട്. എനിവേ, മാത്രമല്ല നമ്മുടെ ചോ സബ്മിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നു. ചോയുടെ സീനിയർ ടീം, കൊറിയൻ ടീം മുഴുവൻ ഇന്ന് താഴേക്ക് പോയി. അവരുടെ ജൂനിയർ ടീം ഇവിടെയുണ്ട്. അവർ ഇന്നലെ എന്നെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അവരുടെ മൗണ്ടനറിങ് ടീമിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയായിരുന്നു അത്. എനിക്കതൊരു വലിയ സർപ്രൈസായി, ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസുമായി. സൗത്ത് കൊറിയൻസ് അവരുടെ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഒരുപാട് പ്രായമുള്ളവരുണ്ട്, 60, 65, 70 വയസ്സുള്ളവർ വരെയുണ്ട്. എല്ലാം മൗണ്ടനേഴ്സാണ്. അപ്പോൾ ഇവർക്കൊരു നേതാവുണ്ട്, ബോസ് എന്നാണ് അവർ വിളിക്കുന്നത്. ആ നേതാവ് മൗണ്ടൻ കയറത്തില്ല. അവർ ബേസ് ക്യാമ്പിലിരുന്ന് എല്ലാം കൺട്രോൾ ചെയ്യും. ഒരു ടീമിനെ മൗണ്ടൻ കയറാൻ വിടും, അല്ല 2 ടീമിനെ മൗണ്ടൻ കയറാൻ വിടും. അങ്ങനെ ചോയുടെ ടീം പോയി സബ്മിറ്റ് ചെയ്തു. ചോയും വേറൊരാളെ സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നു. അത് 6 പേരാണ്, 2 പേരാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ചോ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ടഫസ്റ്റ് മൗണ്ടനാണ്, എവറസ്റ്റ് കഴിഞ്ഞാൽ അവരുള്ള അടുത്ത ടഫസ്റ്റ് മൗണ്ടനാണ്. കാരണം സബ്മിറ്റ് ഡേ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ പ്രിപ്പയർഡായിട്ട് പോകണം. ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിന്ന് ചോ തിരിച്ചു പോയി. സൗത്ത് കൊറിയയിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, ലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വൈഫൈ കണക്ഷനുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 GB-ക്ക് $80, ഏകദേശം 6,000 രൂപ 1 GB-ക്ക് ഇവിടെ കൊടുക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ എല്ലാത്തിനും വലിയ വലിയ കാശുകളാണ്. കാരണം അത്ര എവറസ്റ്റ് ബേസ് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിൽ ഏറ്റവും വലിയ ബേസ് ക്യാമ്പായിട്ടാണ് എനിക്ക് അക്കൻകാക്ക ബേസ് ക്യാമ്പ് തോന്നുന്നത്. ഓക്കെ.